ഹൈ റോഡിൽ കടയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. H&C സ്റ്റോറിനാണ് തീപിടിച്ചത്. മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് തീ പടർന്നു പിടിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? തീ പൂർണ്ണമായും അണച്ചു. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആദ്യം തീ പടരുന്നത് കണ്ടത്. ഇതോടുകൂടി ഫയർഫോഴ്സിനെ തൊട്ടടുത്ത് തന്നെയാണ് ഫയർഫോഴ്സ് സ്റ്റേഷൻ. ഹൈറോഡിന്റെ അറ്റത്താണ്, അതായത് ഒരു ഭാഗത്താണ് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മുകളിലത്തെ നിലയിലാണ് തീ പടർന്നു പിടിച്ചത്. ഇത് ബുക്കുകൾ കൂടുതലായി സൂക്ഷിച്ചിരുന്ന കടയായിരുന്നതിനാൽ തന്നെ തീ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനായി ഈ ഫയർഫോഴ്സ് സംഘം ആദ്യം ശ്രമിക്കുകയാണ് ഉണ്ടായത്. 10:25 ഈ തീപിടുത്തം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടുകൂടിയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ ഫയർഫോഴ്സ് എത്തുകയും തീ അണയ്ക്കുകയും ചെയ്തു. എന്തായാലും മറ്റ് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായില്ല. പക്ഷേ മുകളിലത്തെ നില പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അവിടെയുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ കത്തി നശിക്കുകയും ചെയ്തു. അടുത്തൊക്കെ കടകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു കടകളിലേക്കൊന്നും തന്നെ മറ്റ് കടകളിലേക്കൊന്നും തന്നെയും തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവായി. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റിടങ്ങളിലേക്കൊന്നും തീ പടർന്നില്ല. അതിനു മുൻപേ തന്നെ ഫയർഫോഴ്സിന് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസം. മുകളിലത്തെ നിലയിലാണ് തീ പിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല.